എല്ലാവർക്കും നമസ്കാരം. ഫിറോസാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ആ വിസ നിയമങ്ങൾ എന്തെങ്കിലും മാറുകയാണെങ്കിൽ ഞാൻ പറയാം 1-ാം തീയതിക്ക് ശേഷം ഒന്ന്. അപ്പോൾ ഇന്ന് 6-ാം തീയതി ആയിട്ടും ഇതുവരെ. ഇനിയിപ്പോൾ ശനിയാഴ്ച ഹോളിഡേ ആണ്, ഗവൺമെൻറ് ഹോളിഡേ ആണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുവരെ ഈ 6-ാം തീയതി വരെ വിസ നിയമങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ സാധാരണഗതിയിൽ എല്ലാവരും വരുന്നത് പോലെ തന്നെ ഫ്രീ ആണ് വിസ. 2 മാസത്തേക്കുള്ള വിസ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഓൺ അറൈവൽ എയർപോർട്ടിൽ. അപ്പം ഞാനെന്തായാലും എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. ഡിന്നറിന് നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു. ഈ മഴക്കാലത്ത് ഇതേപോലെയുള്ള ചമ്മന്തിയും പിന്നെ ഇതേപോലെയുള്ള കർമൂസിൻ്റെ അച്ചാർ, പപ്പായൻ്റെ അച്ചാറും, നല്ല തിരണ്ടി മുളകിട്ടതും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ബാംഗ്ലൂരിലുള്ള സുഹൃത്ത് എന്നെ വിളിച്ചിട്ടൊന്ന് ഒരു ലഞ്ച് കാണിച്ചു തന്നു. എനിക്ക് സത്യത്തിൽ നല്ല കൊതിയായി. വാഴയിലയിൽ അയില മുളകിട്ടതും പിന്നെ കുറേ ഐറ്റം തോരനും മോരും, സൂപ്പർ ലഞ്ച്. അപ്പോൾ എനിക്കും തോന്നി എന്തെങ്കിലും ഉണ്ടാക്കണം, വാഴയിലയിൽ കഴിക്കണം എന്നൊക്കെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതായത് പെട്ടെന്ന്. ഈ മഴക്കാലത്താണ് നല്ല വിശപ്പുണ്ടാവുക. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് പോര്. വിസയിൽ ഒരു മാറ്റവും ഇല്ല നിയമങ്ങളിൽ. ഇനി മാറുമെന്നുള്ള അറിയില്ല. ഇനിയും തിങ്കളാഴ്ചയ്ക്ക് ശേഷം അവർ പുതിയ എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്നുള്ളത് അറിയില്ല. ഇതുവരെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും വരാം. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്തത് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. തിരണ്ടി മുളകിട്ടത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാനല്ല ഉണ്ടാക്കിയത്, സൂപ്പറാവുമല്ലോ. വേറൊരു കാര്യം പറയാൻ മറന്നേ, നമ്മൾ ഇന്നലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കാപ്പി തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നില്ലേ? അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വീഡിയോയിൽ. ഇന്ന് തന്നെ ഞാനിത് പ്ലാന്റ് ചെയ്യുമെന്ന്. പക്ഷേ അതികഠിനമായ ശക്തമായ കാറ്റും മഴയാണ് ഇവിടെ. അതുകൊണ്ട് ഇന്നലെ അത് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ, അതായത് ഈ മഴയൊന്ന് കുറച്ചൊന്ന് പുറകോട്ട് പോകണം, എന്നിട്ട് പ്ലാൻ ചെയ്യാം. ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇനി പിന്നെ അതിൻ്റെ കൂടെ പഴങ്ങളുടെ രാജാവ് ദുരിയാൻ, അതും കൂടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ദുരിയാൻ്റെ. കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ ശരി, ഞാൻ ദുരിയാനൊക്കെ കഴിക്കട്ടെ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.